ഹലോ ഫ്രണ്ട്സ്, ദിസ് ഈസ് ദേവ്. വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതായത് നമ്മുടെ ഇന്ത്യയിൽ 4300 മില്യനേഴ്സാണ് ഈ വർഷം 2024 ഇന്ത്യയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. ഗ്ലോബലി മില്യനേഴ്സ് സ്വന്തം രാജ്യത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലിസ്റ്റായിരുന്നു ഈ അടുത്ത് പുറത്ത് വിട്ടിരുന്നത്. അതിൽ 3-ാം സ്ഥാനത്താണ് ഇന്ത്യ. ദ എക്കണോമിക് ടൈം, ഇന്ത്യ ടുഡേ പോലുള്ള ഓൺലൈൻ മാധ്യമങ്ങളിലൊക്കെ ഈ ഒരു വിഷയത്തെപ്പറ്റി അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് വരാം. മില്യനേഴ്സ് എന്ന് പറയുമ്പോൾ ഒരാളുടെ പേരിൽ $1 മില്യൺ ലിക്വിഡ് മണി ഉള്ളവരാണ് നമ്മൾ മില്യനേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഇന്ത്യൻ റുപ്പീസിൽ കൺവേർട്ട് ചെയ്യുവാണെങ്കിൽ 8,40,00,000 രൂപ അവരുടെ കയ്യിൽ മിനിമം ഉണ്ടെങ്കിൽ അവരെ നമ്മൾ മില്യനേഴ്സ് എന്ന് പറയും. യൂഷ്വലി ഒട്ടുമിക്ക മില്യനേഴ്സിൻ്റെ കയ്യിലും ഏകദേശം 40 തൊട്ട് 50 കോടി വരെയെങ്കിലും കാണും. അങ്ങനെയുള്ള ഏകദേശം 4300 മില്യനേഴ്സാണ് ഈ വർഷം ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഒരു വേൾഡിലെ ടോപ്പ് 10 കൺട്രീസിൻ്റെ ഒരു ലിസ്റ്റാണ് കാണിക്കുന്നത്. ഇതിൻ്റെ റാങ്കിങ് അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ സ്വന്തം രാജ്യത്ത് നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന മില്യനേഴ്സിൻ്റെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതിൻ്റെ ടോപ്പ് 10 റാങ്കിങ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ആദ്യം തന്നെ കാണാം, ഫസ്റ്റ് ചൈനയാണ് വന്നിരിക്കുന്നത്. ചൈനയിൽ നിന്നും ഏകദേശം 15,200 മില്യനേഴ്സാണ് രാജ്യം വരുന്നത്. അതേപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡം ആണ് രണ്ടാമത് വരുന്നത്. യുണൈറ്റഡ് കിങ്ഡമിൻ്റെ അതായത് UK-യുടെ ഏകദേശം 9,300 മില്യനേഴ്സാണ് സ്വന്തം രാജ്യം വിട്ട് മറ്റു രാജ്യത്തിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. മൂന്നാമതാണ് ഇന്ത്യ വരുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 4,300 മില്യനേഴ്സാണ് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ചൈനയെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യയിൽ 1/3 മില്യനേഴ്സ് മാത്രമേ പോകുന്നുള്ളൂ. പക്ഷേ ചൈനയ്ക്കിത് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ ഇന്ത്യക്ക് ഇതൊരു വലിയ പ്രശ്നം തന്നെയായിരിക്കും. കാരണം അതിന് നമുക്ക് മറ്റൊരു ചാർട്ട് കാണാം. ഇതിൽ ടോപ്പ് ലിസ്റ്റ് കാണാം. ഇവിടെ രാജ്യങ്ങളെ റാങ്ക് ചെയ്തിരിക്കുന്നത് ഏറ്റവും കൂടുതൽ മില്യനേഴ്സ് ഉള്ള രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ള റാങ്കിങ് ആണ് കാണിച്ചിരിക്കുന്നത്. അതിൽ നമുക്ക് കാണാം ചൈന 2nd പ്ലേസിലാണുള്ളത്. എന്നാൽ ഇന്ത്യ 15th പ്ലേസിലാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി കണക്കുകൾ നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഏകദേശം 8 ലക്ഷം മില്യനേഴ്സാണ് ഉള്ളതെങ്കിൽ ചൈനയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം 62 ലക്ഷം മില്യനേഴ്സാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇത് അത്ര വലിയ കൺസേൺ ചെയ്യേണ്ട ഒരു വിഷയമല്ല. പക്ഷേ അതേപോലെ തന്നെ UK-യുടെ കേസ് നോക്കിയാലും അവിടെ ഏകദേശം 28 ലക്ഷം മില്യനേഴ്സ് ഉണ്ട്. അങ്ങനെ നോക്കുമ്പോഴും UK-ക്കും അത്രയും കൺസേൺ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. എന്നാൽ ഇന്ത്യയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ 10 ലക്ഷം മില്യനേഴ്സ് കൂടിയില്ല. അതായത് മുമ്പേ നമ്മൾ നോക്കിയപ്പോൾ ഇന്ത്യയിൽ നിന്നും മില്യനേഴ്സിന് നഷ്ടമാകുന്നത് ചൈനയെ വെച്ച് നോക്കുമ്പോൾ 1/3 ഭാഗം മാത്രമാണെങ്കിൽ ഇവിടെ ചൈനയും ഇന്ത്യയിലും ഉള്ള മില്യനേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ചൈനയുടെ 1/6 മാത്രമേ ഇന്ത്യയിലുള്ളൂ. അങ്ങനെ വരുമ്പോൾ ഏകദേശം ഡബിളാണ് ഇന്ത്യയിൽ നിന്ന് മില്യനേഴ്സിനെ നഷ്ടമായിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇന്ത്യൻ ഗവൺമെൻറ്റിൽ ടാക്സ് പേ ചെയ്യുന്ന ജനങ്ങളിൽ നല്ലൊരു ശതമാനം ടാക്സ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഈ ടോപ്പ് 1% ജനങ്ങളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു സംഖ്യ മില്യനേഴ്സ് നമ്മുടെ രാജ്യത്തിൽ ഓരോ വർഷം കുറയുന്നത് അത് ഇന്ത്യക്ക് വലിയൊരു പ്രശ്നം തന്നെയായിരിക്കും. ഇതിൽ കൂടുതൽ മില്യനേഴ്സ് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഏറ്റവും കൂടുതൽ UAE, പിന്നെ USA, സിംഗപ്പൂർ, കാനഡ പോലുള്ള രാജ്യങ്ങളിലാണ്. അതുപോലെ തന്നെ UAE പോലുള്ള രാജ്യങ്ങൾ, USA പോലുള്ള രാജ്യങ്ങൾ ഈ മില്യനേഴ്സിന് പ്രത്യേകതരം മെമ്പർഷിപ്പ്, ഗോൾഡൻ മെമ്പർഷിപ്പ് പോലുള്ള പലതരം മെമ്പർഷിപ്പ് കൊടുക്കുകയും അതിലൂടെ അവർക്ക് പല ആനുകൂല്യങ്ങൾ ലഭിക്കുകയും ചെയ്യുന്നു. ഇതും മില്യനേഴ്സിനെ ആകർഷിക്കുന്ന ഒരു ഡീല് തന്നെയാണ്. അപ്പോൾ ഇതും ഒക്കെ കൂടി വെച്ചാണ് മില്യനേഴ്സിനെ അവരുടെ രാജ്യങ്ങളിലേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ഈ ചൈനയിൽ നിന്നും UK-യിൽ നിന്നും ഇന്ത്യയിൽ നിന്നുമൊക്കെ ഇത്രയും മില്യനേഴ്സ് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകാൻ ശ്രമിക്കുന്നത്? അത് നമുക്ക് ഓരോന്നായിട്ട് പറയാം. ആദ്യം തന്നെ ചൈനയുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചൈന ഒരു യുദ്ധത്തിന് ഒരുങ്ങുകയാണ്. ചൈനയുടെ ഇപ്പോഴത്തെ പല നീക്കങ്ങളും ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാവും, ചൈന 3-4 വർഷത്തിനുള്ളിൽ ഏതെങ്കിലും ഒരു വാറിൽ ഏർപ്പെടുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇത് കാണുന്ന ജനങ്ങൾ, അതിൽ മില്യനേഴ്സും മില്യനേഴ്സ് അല്ലാത്തവരായിട്ടുള്ളവരും ചൈനയിൽ നിന്നും എങ്ങനെയും പുറത്തു പോകാനായിട്ട് ശ്രമിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ചൈന മാക്സിമം പുതിയ റൂൾസും ഗൈഡ് ലൈൻസും ഒക്കെ വെച്ചിട്ട് ആൾക്കാരെ മറ്റു രാജ്യങ്ങളിലേക്ക് വിടാൻ കൂടുതൽ ബുദ്ധിമുട്ടാക്കിക്കൊണ്ട് വരികയാണ്. പക്ഷേ മില്യനേഴ്സിനെ സംബന്ധിച്ച് അവരുടെ കയ്യിൽ പൈസയുണ്ട്, റിസോഴ്സ് ഉണ്ട്. അപ്പോൾ അവരെ മാക്സിമം ആ ഒരു സ്വാധീനം ഉപയോഗിച്ച് മാക്സിമം അവർ പുറത്തേക്ക് ചാടാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ചൈന 1-ാം സ്ഥാനത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്ന ലിസ്റ്റിൽ 1-ാമതായി നിൽക്കുന്നത്. ഇനി UK-യുടെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ UK-യിൽ ബ്രെക്സിറ്റ് എന്ന് പറയുന്നൊരു പദ്ധതി കൊണ്ടുവരികയും അത് വലിയൊരു പരാജയമാകുകയും അതിലൂടെ വലിയൊരു സാമ്പത്തിക തകർച്ച, എക്കണോമിക് ക്രൈസിസ് അവർക്ക് നേരിടേണ്ടിയും വന്നു. ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് യുണൈറ്റഡ് കിങ്ഡം യൂറോപ്യൻ യൂണിയനിൽ നിന്നും വിഡ്രോ ചെയ്യുന്ന ഒരു നിയമമായിരുന്നു. അതായത് ബ്രിട്ടീഷ് എക്സിറ്റ് എന്നാണ് ഈ ബ്രെക്സിറ്റ് എന്നതിൻ്റെ അർത്ഥം. അങ്ങനെ ബ്രെക്സിറ്റ് പാസ്സാക്കുകയും യുണൈറ്റഡ് കിങ്ഡം സ്വതന്ത്രമാകുകയും ചെയ്തു. പക്ഷേ പിന്നീട് ബോർഡർ മൈഗ്രേഷനെ കൺട്രോൾ ചെയ്യുകയും പിന്നെ ഹ്യൂമൻ റൈറ്റ്സിനെ ഒക്കെ അവർ റെസ്ട്രിക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതിനുശേഷം വലിയൊരു പ്രൊട്ടസ്റ്റും അങ്ങനെ വലിയ സാമ്പത്തിക തകർച്ചയും ഇവർക്ക് നേരിടേണ്ടി വന്നു.
ഇതുകൂടാതെ ഭാവിയിൽ ബ്രിട്ടീഷ് ഡോളേഴ്സിൻ്റെ വാല്യൂ വലിയ രീതിയിൽ ഇടിവ് വരുമെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് മില്ലിനിയേഴ്സൊക്കെ ഇപ്പോൾ അവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇനി ഇന്ത്യയുടെ കേസിൽ വരുവാണെങ്കിൽ ഇതേപോലുള്ള പ്രതിസന്ധികളൊന്നും ഇന്ത്യക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല. എങ്കിലും ഇന്ത്യ ടോപ്പ് 3യിൽ വരാനുള്ള കാരണം, അതിൽ പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഉയർന്ന ടാക്സ് സ്ലാബാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പുതിയ ടാക്സ് സ്ലാബും പഴയ ടാക്സ് സ്ലാബും തമ്മിലുള്ള കമ്പാരിസണും പിന്നെ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്നും ഒക്കെ ആയിരുന്നു ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നത്. അതിൽ നമ്മൾ പല തട്ടിലുള്ള ആൾക്കാരുടെ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഈ മില്ലിനിയേഴ്സ് എന്നൊക്കെ പറയുന്ന ആൾക്കാർ എത്ര ശതമാനത്തോളം ടാക്സ് ആയിരുന്നു പേ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന്. അതായത് ഏകദേശം 30 തൊട്ട് 42.5% ടാക്സോളം അവർ അടയ്ക്കുന്നുണ്ടായിരുന്നു. അത് 42.5 എന്ന് പറയുന്നത് വേൾഡിലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടുള്ള ഹയസ്റ്റ് ടാക്സ് പെർസെൻറ്റേജ് ആണ്. പിന്നെ രണ്ടാമത്തെ കാരണം, ഇത്രത്തോളം ടാക്സ് അടച്ചെങ്കിലും ഇന്ത്യയിൽ അതിനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ എയർ പൊല്യൂഷൻ, ഇതൊക്കെ വലിയൊരു ഇഷ്യൂ തന്നെയാണ്. കാരണം ഇന്ത്യയിലെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്വച്ഛ് ഭാരത് എന്ന കേസിലൊക്കെ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോഴും മറ്റ് രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഇപ്പോഴും ഒരുപാട് പുറകിലാണ്. എങ്കിലും താമസിക്കാതെ തന്നെ ഇന്ത്യ ആ ഒരു ലെവൽ അച്ചീവ് ചെയ്യും എന്നുള്ളത് സംശയമില്ലാത്തൊരു കാര്യമാണ്. എങ്കിലും മില്ലിനേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവർക്ക് ഇവിടെ നിൽക്കുന്നതിലും മറ്റ് സ്ഥലത്ത് അത്രയും നല്ല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സും നല്ല ക്ലൈമറ്റും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലമുള്ളപ്പം അവർ ഇവിടെ നിന്ന് ടൈം വേസ്റ്റ് ചെയ്യില്ല. അവരെ സംബന്ധിച്ച് ക്വാളിറ്റി ഓഫ് ലൈഫ്, ബെറ്റർ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ്, ബെറ്റർ എഡ്യൂക്കേഷൻ ഫെസിലിറ്റീസ്, പിന്നെ മറ്റ് രാജ്യങ്ങൾ ഇവർക്ക് മില്ലിനിയേഴ്സിന് ഓഫർ ചെയ്യുന്ന ഒരുപാട് ആനുകൂല്യങ്ങളുമുണ്ട്. ഇതൊക്കെയാണ് ഇവരെ അട്രാക്റ്റ് ചെയ്യുന്ന മെയിൻ ഫാക്ടേഴ്സ്. ഇതെല്ലാം തന്നെ ഇന്ത്യയും വൺസ് അച്ചീവ് ചെയ്യുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. എങ്കിലും ഇപ്പോൾ ഇതെല്ലാം ഓഫർ ചെയ്യാൻ മറ്റ് രാജ്യങ്ങൾക്ക് കഴിയുന്നുള്ളതുകൊണ്ട് മില്ലിനിയേഴ്സിനെ സംബന്ധിച്ച് അവർക്ക് അത്രയും കാലം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ആ ഒരു എൻവയോൺമെൻറ്റാണ് മില്ലിനിയേഴ്സിനെ സംബന്ധിച്ച് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യാനുള്ള മെയിൻ റീസൺസ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയെന്ന് വിശ്വസിക്കുന്നു. ഇതേപോലുള്ള പുതിയ വീഡിയോയുമായി ഞാൻ ഇനിയും വരുന്നതായിരിക്കും. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതേപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഇനിയും കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്